ഷാലിൻ എലിസ് എബി മക്കളുടെ പേര് കൊണ്ട് നടക്കുകയാണല്ലേ. വെൽക്കം. ഇന്ന് ആർക്കൊക്കെ ചോറ് കൊടുത്തില്ല എന്ന് ഞാൻ അറിഞ്ഞു, ചോറ്റുപാത്രം എത്തിച്ചില്ല എന്ന് അറിഞ്ഞു. എന്താണെന്ന് പറ്റിയത്? ആദ്യം ഇവിടെ എത്തിയോ? കാരണം കൈരളിയില് ചോറ് എടുക്കുന്ന 2-3 പേരുണ്ട്. ആണല്ലേ? പരാതി പറഞ്ഞത്. അതെ, ഞാൻ വന്ന് കയറിയോടും പറഞ്ഞു അത് ആദ്യം ചോദിക്കണമെന്ന്. അയ്യോ, അത് ഇന്നലെ ഞാനൊരു കൊച്ചി വരെ ഒന്ന് പോയതാ. അവിടുത്തെ ചൂടൊട്ടും സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് രാവിലെ വന്നപ്പോ അതിന്റെ ഒരു ക്ഷീണം കൊണ്ട് ഞാൻ വിചാരിച്ചു നോർമലി പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ എന്റെ ഫുഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂർ മുമ്പെങ്കിലും അവർ അറിയിക്കും. ഞാൻ 3 മണിക്കൂർ മുമ്പ് അറിയും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട്. കാരണം അതല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്കൊരു സ്റ്റാഫ് ഉണ്ട് കൂടെ നിൽക്കും, അവരെ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് ചോറ്റുപാത്രം ആവില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യണം. അത് ചിലപ്പോ ഒരു ദുർവാശ അങ്ങനെയൊന്നും അല്ല, പക്ഷെ ആ ഒരു കോൺസെപ്റ്റും അത് അങ്ങനെയാണ്. അതൊരു ബിസിനസ് അല്ലാത്തത് കൊണ്ട് എനിക്ക് ഇന്ന് പറ്റിയില്ല. ഞാൻ ഓൾറെഡി ചോറ്റുപാത്രം ബുക്ക് ചെയ്യാൻ വിളിക്കുന്നവരോട് ആദ്യമേ നമ്മളുടെ ആകുന്നവരോട് ഞാൻ പറയും, നമ്മൾ സാറ്റർഡേ സൺഡേസ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും വയ്യായ്ക ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല, പക്ഷെ ഞാനത് നിങ്ങളെ 3 മണിക്കൂർ മുമ്പ് അറിയിക്കും. പിന്നെ എമർജൻസി നമുക്ക് ചിലപ്പോ, പക്ഷെ എന്നാലും 3 മണിക്കൂർ എന്ന് പറയുന്നത് 9:30 ആകുമ്പോ എന്റെ ചോറ്റുപാത്രം പാക്കിംഗ് ആവും. 12 o'clock അവര് കഴിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അത് പ്രശ്നമില്ല. അല്ലെ, എന്റെ ചോറ്റുപാത്രം എന്നുള്ള ഒരു പേരിലാണ് ഷാലിൻ ഇപ്പോ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട് 3 കൂട്ടുകാർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരെ കണ്ടപ്പോഴാണ് അത് ഐഡിയ വന്നത്. ആ ഐഡിയ എന്തായിരുന്നു എന്നൊന്നുകൂടി പറയാം. ആക്ച്വലി എനിക്ക് കോവിഡിന് തുടങ്ങിയതാണ് എന്റെ ഐഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അത് കേരളത്തിലെ ആദ്യത്തെ ലൈവ് ഐസ്ക്രീം പ്രോജക്റ്റ് ആണ്. അപ്പൊ അത് കോവിഡിന്റെ സമയത്ത് നമ്മൾ തുടങ്ങുന്നതിന്റെ അന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. നമ്മൾ 10 മാസം അടച്ചിടുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒരു 3-4 കുട്ടികൾ വൈകിട്ട് ഐസ്ക്രീം കഴിക്കാൻ വരികയാണ്. അവര് വന്നു. അവരപ്പോ സംഗീത കോളേജിലെ കുട്ടികളാണ്. അവരുമായിട്ട് കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യങ്സ്റ്റേഴ്സിനോടും എന്റെ മക്കളും ആ പ്രായനും ഞാൻ അവരോടൊപ്പം കൂട്ടുകൂടി. പിന്നെ അത് കഴിഞ്ഞു, അവരങ്ങ് പിരിഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് ഇവരെ ഞാനൊരു 3 മണി സമയത്ത് ഞാൻ കാറിൽ വരുമ്പോൾ ഇവർ ക്രോസ് ചെയ്യുന്നു, വണ്ടി നിർത്തി ആന്റിന്ന് വിളിച്ചു. അപ്പോൾ 3 മണി സമയമാണ്. അപ്പൊ എവിടെ പോയിട്ട് വരിക? ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരും. ആന്റി കഴിച്ചോ? അവരെടുത്ത് ആ ഒരു നോർമൽ ചോദ്യം. ഞാൻ പറഞ്ഞ്, ഇല്ലടാ, നീയൊക്കെ ചോറൊക്കെ വെട്ടി വിഴുങ്ങിയിട്ട് വന്നേക്കുക, ഞാനൊന്നും കഴിച്ചില്ല. എനിക്ക് ഇനിയും 1 മണിക്കൂർ ജോലിയുണ്ട്, എന്നിട്ട് വേണം ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ. അപ്പൊ അവര് ഉടനെ സഡൻ ഒരു ആലോചന ഇല്ലാതെ അവരിൽ നിന്ന് വന്ന മറുപടിയാണ്, ഞങ്ങൾ അതിന് ചോറല്ല കഴിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഉച്ചയ്ക്ക് ചോറല്ലാതെ എന്തുവാ കഴിക്കുന്നേ? അത് ഞങ്ങളിപ്പോ കഴിക്കുന്നത് പപ്സോ വെള്ളോ എന്തൊക്കെയാ. അപ്പൊ ഒരു ആസ് എ മദർ അല്ലെങ്കിൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ, അതെന്താ ഇവരിങ്ങനെ കഴിക്കുന്നേ? അപ്പൊ എന്നും ഇതാണോ? അത് ഞങ്ങളുടെ വീട്ടിൽ പോകുമ്പോഴാണ് ചോറ് കഴിക്കാറുള്ളത്. അപ്പൊ അവര് പറഞ്ഞത്, കോവിഡ് വന്നതിന് ശേഷം ഷെയറിംഗ് ഇല്ല. ഈ പറഞ്ഞതുപോലെ സുമി പറഞ്ഞതുപോലെ പല പാത്രങ്ങളിൽ കൈയിടാൻ പറ്റത്തില്ല. അതൊരു റിയാലിറ്റിയാണ്. കോവിഡിനോടൊപ്പം നമ്മൾ കുറേ ഇടങ്ങളിൽ നമ്മൾ ഒരുമിച്ച് എന്ന് പറയുന്നവരെല്ലാം മാറി മാറി ചിന്തിക്കാൻ തുടങ്ങിയത് കോവിഡിനാണ്. ഒറ്റയ്ക്ക് എന്നുള്ളൊരു ചിന്ത വരുന്നത്. അപ്പൊ കോവിഡിന് കൈയിട്ട് വരാൻ പറ്റില്ല. ആൺകുട്ടികളാണ്, പെൺകുട്ടികളുടെ ചോറ്റുപാത്രമാണ് ഇവരുടെയും ഭക്ഷണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇവിടെ നല്ലൊരു ലഞ്ച് 70 രൂപയെങ്കിലും മിനിമം. തീർച്ചയായിട്ടും. ഏറ്റവും നമ്മളുടെ തന്നെ നമുക്കറിയാം, കുടുംബശ്രീ ലഞ്ച് കൊടുക്കുന്നുണ്ട്, 20 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഇവരുടെ പരിസരങ്ങളിലില്ല. അപ്പോൾ അതുള്ള ഇടങ്ങളുണ്ട്, പക്ഷെ അവിടെ പോകണമെങ്കിൽ ഇവർ ഈ നട്ടുച്ചയ്ക്ക് കിലോമീറ്റേഴ്സ് നടക്കേണ്ടി വരും. അപ്പോ അവരുടെ ഭക്ഷണം ഇതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എത്ര രൂപയാവും? പെട്ടെന്ന് എന്റെ മനസ്സിൽ പപ്സ് ഒരു 25 രൂപ, നാരങ്ങയുള്ള 20, അപ്പൊ തന്നെ 45. അതിനോടൊപ്പം ഇവർക്ക് 10 രൂപയും കൂടി ഇട്ടുകൂടി. അപ്പൊ ഞാൻ പറഞ്ഞിട്ട്, പപ്സിന്റെ പൈസയല്ലേ ഉള്ളൂ ഒരു ഊണ് വാങ്ങിക്കാൻ. അപ്പോഴവര് പറയുന്ന, അല്ല, ഞങ്ങൾ കഴിക്കുന്നതിന് 28-30 രൂപയുള്ളൂ. 10 രൂപയുടെ 20 രൂപയുടെ നാരങ്ങയുള്ളൂ, 10 രൂപയുടെ പപ്സ്. അത്രയും. ഞാൻ ഓക്കെ കേട്ടിട്ട് ഞാനങ്ങ് പോവാ. അപ്പോഴൊന്നും ഞാനിത് ചിന്തിക്കുന്നില്ല. ഞാൻ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അറിയാതെ ഈ കുഞ്ഞുങ്ങളെ മനസ്സിലോട്ട് വരുക. എന്താന്ന് ഇപ്പോഴും അറിയില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഇന്ന് രാവിലെ ചിന്തിച്ച് ഏത് സമയത്താണ് എന്തോ ഇങ്ങനെ വരുന്നതെന്ന്. അവര് വന്നപ്പോ എന്റെ മനസ്സിൽ തോന്നി, നമ്മള് ഫ്ലഡ് വന്നപ്പോ നമ്മൾ എന്താണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. ഇനി ഒരു ഫ്ലഡ് വരാതിരിക്കാൻ അതിനെ തടയാൻ ഈ പപ്സും നാരങ്ങ വെള്ളവും ഒക്കെ കഴിക്കുന്ന, അല്ലെങ്കിൽ 10 രൂപയുടെ പപ്സിന്റെ ക്വാളിറ്റി എന്തായിരിക്കും? അത് ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം. എന്തായാലും ഇവര് കള്ളം പറഞ്ഞതല്ല. നാരങ്ങ വെള്ളം 20, ഒരു 2 രൂപയുടെ നാരങ്ങയില് നിറയെ വെള്ളം ചേർത്തിട്ട് 20 രൂപയ്ക്കാണ് വിൽക്കുക. അപ്പോൾ ഞാൻ ഇവരെ പിന്നെ ഇൻസ്റ്റയിൽ ഇവര് ഷോപ്പിൽ വന്നപ്പോഴുള്ള ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു.
പിറ്റേ ദിവസം ഞാൻ ആദ്യം ചെയ്തത് എത്ര രൂപയാവും എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ. അതുവരെ ഞാനത് ചിന്തിച്ചിട്ടില്ല. പിന്നെ അത് നോക്കിയപ്പോൾ ഒരു 10-33 രൂപയാകും നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്നതിന്. ആ ഫുഡ് ഞാൻ എന്നിട്ട് ഇവരെ ഇൻസ്റ്റയിൽ ഫോട്ടോ തപ്പിയിട്ട് ആദ്യം ഞാൻ ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ട്, അവൻ കോട്ടയംകാരൻ, അവന് ഞാൻ മെസ്സേജ് ഇട്ടു എന്നെ ഒന്ന് വിളിക്കൂ. പിന്നെ വിളിച്ചു. അപ്പൊ അതിൽ നിന്ന് ക്രിസ്റ്റിയോട് ഞാൻ പറഞ്ഞു, നിനക്ക് ഒരു 7 രൂപയും കൂടെ സംഘടിപ്പിക്കാമെങ്കിൽ ഞാൻ ചോറ് തരാം. അത് വീട്ടിൽ പറയണം നിങ്ങൾ, കാരണം ഈ 7 രൂപ. ഇപ്പൊ എന്റെ ചിന്ത എന്താണ്, നമ്മുടെ കുട്ടികളെല്ലാം വീട്ടിൽ പറഞ്ഞിട്ടൊക്കെയല്ലേ 100 രൂപ ഉണ്ടാക്കുന്നത്, ചിന്തയാണ്. അപ്പോഴും ഈ ഞാൻ വരെ മോളെന്ന് പറഞ്ഞല്ലേ ഒരു കുശുമ്പി അമ്മ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. വീട്ടിൽ ചോദിക്കുക, ഒരു ആന്റി ചോറ് വെച്ച് തരാമെന്ന് പറഞ്ഞു, പക്ഷെ 35 രൂപയാണ്. അവരുടെ വീട്ടുകാർ, ഞാൻ ആന്റി മറ്റുള്ളവരോടും കൂടെ പറയട്ടെ, വീട്ടുകാർ ഹാപ്പിയാണ്, മക്കൾക്ക് ഊണ് കിട്ടുക, അതും ഈ റേറ്റിന്. പിന്നെ ഇത് പാത്രം മേടിക്കണം, എനിക്ക് കൈ പൊതിയാൻ പറ്റില്ല എന്നല്ല, പൊതിയാൻ അറിയില്ല. അതാണ് ഈ കറക്റ്റായിട്ട് ഈ ഇല പൊതിയുന്നതിനൊരു രീതി, അതൊരു കലയാണ്. സത്യം ഞാൻ എങ്ങനെയൊക്കെ പൊതിഞ്ഞാലും ചിലപ്പോ അവിടെ ഇവിടെയും അത് മാത്രമല്ല അതിനൊരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില പൊതിച്ചോറുകൾ തുറക്കുമ്പോൾ കറികളൊന്നും മാറാതെ അവിടെ തന്നെ അങ്ങനെ. എനിക്ക് സംശയം തോന്നിയിട്ടുള്ള കാര്യമാണ്, ഇവര് സത്യം പറഞ്ഞാൽ ഇത് പൊതി വെച്ചിട്ട് ചെയ്യുന്ന അത്രയ്ക്ക് എനിക്ക് അറിയില്ല. ബി ഫ്രാങ്ക് എനിക്ക് അറിയാത്ത. അപ്പൊ ഞാൻ വെച്ചു ചോറ്റുപാത്രത്തിൽ ഞാൻ ടിഫിൻ ബോക്സ് വാങ്ങിക്കാൻ നമ്മുടെ ചാലയിലുള്ള ഒരു ഷോപ്പിൽ പോകുന്നു. പല ഭംഗിയുള്ള ചോറ്റുപാത്രങ്ങൾ. അവരോട് ചോദിച്ചപ്പോൾ നമ്മൾ ആകെ കണ്ടുള്ള സ്റ്റീൽ പാത്രമാണ്. അപ്പൊ പിന്നെ അത് പറ്റില്ല. ഞാൻ അവരോട് 3 പാത്രം വാങ്ങിക്കുന്ന സമയത്ത് വീണ്ടും ഇവരുടെ കൊളാൻറ്റി ഞങ്ങൾ 3 പേരല്ല 5 പേരുണ്ട്. അപ്പൊ ഞാൻ 5 ചോറ്റുപാത്രം, അപ്പൊ അതിനൊരു 300-1500 രൂപ, കുഴപ്പമില്ല. ഞാൻ അതിനെ തിരിച്ചു വരുമെന്നോ അതൊന്നും എൻ്റെ മനസ്സിൽ അപ്പോഴില്ല. 5 ചോറ്റുപാത്രം വാങ്ങിക്കുന്നു. ഇനി പിന്നെ ഈ അവിടെയും ഞാൻ വീണ്ടും കൊച്ചിരി കുശും ഇത് കാണിക്കുക, ഇത് മിസ്സായാൽ എങ്ങനെ കണ്ടുപിടിക്കും? അത് കറക്റ്റ്. പാത്രം നമ്മുടെ വികാരമാണ്, ചോറ് പോലെ തന്നെ. മാത്രമല്ല വീട്ടിലൊരു പാത്രം പോയാൽ അത് തിരിച്ചു കണ്ടത് നമ്മൾ കളഞ്ഞാലും പ്രശ്നമില്ല. ഗ്ലാസ് നമ്മൾ പൊട്ടിച്ചാൽ കുഴപ്പമില്ല, പിള്ളേര് പൊട്ടിച്ചാൽ ഞാൻ അവിടെ ഇല്ലാത്ത ബഹളം ഉണ്ടാക്കും. അപ്പൊ ഞാന് ഒരാളുടെ പേരെ അറിയുള്ളൂ. അപ്പൊ ഞാൻ എഴുതി, എന്താ എഴുതേണ്ടേ അവിടെ? അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു ചോറ്റുപാത്രം എന്ന് എഴുത്. അപ്പൊ ആ കടയിലെ പയ്യൻ പറഞ്ഞു MRT ആണ്, അവർക്ക് മലയാളം അറിയത്തില്ല, തമിഴേ അറിയും. ഞാൻ ഇന്നേ വരെ ഈ സാധനം എഴുതുന്ന കണ്ടിട്ടുണ്ട്, മറ്റേ ഈ ടാറ്റു അടിക്കുന്ന പോലെ. ഞാൻ പറഞ്ഞു ഇങ്ങോട്ടാ, ഞാൻ എഴുതി നോക്കാം, അവന് മലയാളം അറിയത്തില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും? എഴുതാനായിട്ട് എടുത്തപ്പോ ചോറ്റുപാത്രം എന്ന് മാത്രമേ മനസ്സിലുള്ളൂ. പക്ഷെ എഴുതാൻ വന്നപ്പോ ആദ്യം എഴുതിയത് A ആണ്. അതിപ്പോഴും എന്താന്നല്ല, പിന്നെ അത് എന്റെ ചോറ്റുപാത്രമായി. അവിടെ ചിന്തിച്ചത് അവന്റെ കയ്യിൽ കിട്ടുമ്പോൾ അവൻ അവന്റേതാണെന്ന് കരുതും, അവിടെ അവൻ അതിനെ സൂക്ഷിക്കും, കളയാതെ അത് കൊണ്ടുവരും. അവിടെ എന്റെ എന്ന് പറയുന്നതിന് ഭയങ്കര ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ എന്ന് പറയുന്നതിന് എന്റെ അവിടെ അങ്ങനെ ചിന്തിച്ചു. അത് കൊടുക്കാനായിട്ട് ഇവരോട് പറഞ്ഞു, ഇവര് തിങ്കളാഴ്ച വരില്ല, ഇവര് ബുധനാഴ്ച വരൂ. അപ്പൊ പറഞ്ഞു ബുധനാഴ്ച നിങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ട, നിങ്ങൾ വരിക. അപ്പോഴും ഇവരോട് ഇതൊന്നും പറയണില്ല. അപ്പൊ അവർ 5 പേരും കൂടി വന്നപ്പോഴേക്കും നമ്മുടെ സൈക്കിൾ മേയറല്ലേ പ്രകാശേട്ടനോട് ഞാൻ പറഞ്ഞു, പ്രകാശേട്ടാ ഞാനേ ഇങ്ങനൊരു സംഭവം തുടങ്ങി, ചോറ്റുപാത്രത്തിൽ പിള്ളേർക്ക് ഫുഡ് കൊടുക്കുക, പ്രകാശേട്ടൻ കൂടി ഒന്ന് വരാവോ എന്ന് ചോദിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ കൃഷ്ണവേണി ചേച്ചി വിളിക്കുന്നു. ഇവരെയൊക്കെ നമ്മളോട് ഏറ്റവും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ അടുത്ത് മക്കള് പോലും അന്ന് അവിടെ അടുത്തില്ല. വന്നു, ഇവര് ഞെട്ടിപ്പോയി പാത്രം കൊടുത്തപ്പോ വായിച്ചപ്പോ. പിന്നെ അതിനകത്ത് ചോറും തോരനും ചമ്മന്തിയും അച്ചാറും പുളിശ്ശേരിയും ഒരു മുട്ട പൊരിച്ചതും തൊട്ട് 3 പേർക്ക് തൊന്ന്. ഈ 5 പേർക്ക് കൊടുക്കുമ്പോഴും ഇന്നത്തെ 200 ആവുമെന്ന് ചിന്തയില്ല. അതൊരു ബിസിനസ് ആക്കണമെന്നോ അങ്ങനെ ഒന്നും ചിന്തയില്ല. അതായത് എന്റെ വീട്ടിലെ കുഞ്ഞടുപ്പ് കലം മാറ്റി വേറെ കലം വെച്ചു, ഇച്ചിരി വലുത്, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ നമ്മൾ 10 പേർക്ക് നമ്മൾ ഒറ്റയ്ക്കല്ലേ ഫുഡ് ഉണ്ടാക്കുക. പിന്നെ ഇവരെന്ത് ചെയ്തു, അവിടെ വെച്ച് തന്നെ കഴുകി പുറത്ത്, നമ്മൾ അന്ന് കടയുടെ പുറത്ത് ഒരു ചെറിയൊരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്, അവിടെ ഇരുന്ന് കഴിച്ചിട്ട് അവർ അന്നേരം തന്നെ പാത്രം കഴുകി തരും. അപ്പൊ പിന്നെ നമുക്ക് ഒരിക്കൽ പോലും ഇതങ്ങനെ ചിന്തിച്ചില്ല. ഇന്നത്തെ പോലെ അന്നൊരു 1 നാഴി അരിയിലാണ് ഞങ്ങൾ കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ 10 കിലോ അരിയുടെ ചോറ് വെക്കാം. അതും ഇന്ന് എൻ്റെ കൂടെ ഒരാളും കൂടെ ഉള്ളൂ സഹായിക്കാൻ. ഇന്നും എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് വളർന്നതെന്നോ, എങ്ങനെ ഈ പറയുന്ന രീതിയിലേക്ക്. ഇന്ന് ഏറ്റവും വലിയ സന്തോഷം, ഇതേ ചോറ്റുപാത്രം ആശയം ഇന്ന് 40-ൽ പരം സ്ത്രീകളുടെ വരുമാനമാവുകയാണ്. തീർച്ചയായിട്ടും അവരുടെ വീടുകളിലാവുകയാണ്. തൃശ്ശൂര് ഒരു ലേഡി, അവര് AG's ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥയാണ്, ഒരു സാധാരണ വീട്ടിൽ ബാധ്യതകളാണ്, ഹസ്ബൻഡിന് സുഖമില്ല, 3 പെൺകുട്ടികൾ. ഇത് കേട്ടിട്ട് ഇവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ,
ഒരു 5 പേർക്ക് കൂടെ ചോറുണ്ടാക്കുക. ഇന്ന് അവര് 13 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക. അവരുടെ ഓഫീസിൽ 13 പേര് ആ ശമ്പളത്തിൽ നിന്ന്, ആ കിട്ടുന്ന പൈസയിൽ നിന്നാണ് ഇന്ന് അവരുടെ ഭക്ഷണവും വണ്ടിക്കൂലിയും നടക്കുന്നത്. അതുപോലെ 40 പരം ആളുകൾ. പിന്നെ ഇപ്പൊ കുടുംബശ്രീ, അതെ, എല്ലാവരും. കാരണം ഇത് ഭക്ഷണത്തിന്റെ കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഇത് എന്റെയാണ്, എന്റെ കോപ്പറേറ്റ്, എന്റെ ഇത് എന്റെ ഞാൻ വേറെ ആർക്ക് ആശയം കൊടുക്കില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. ഇത് ഭക്ഷണത്തിന്റെ കാര്യമാണ്. ഒരാളിൽ നിന്ന്, ഒരു ഷാലിൽ നിന്ന് എത്ര പേരിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് പോട്ടെ, ഇനിയും ഒരുപാട് വ്യാപിക്കട്ടെ. അതിന്റെ ഇടയിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. തികഞ്ഞില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ? ചോറ് തികഞ്ഞില്ല, തികഞ്ഞില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് വന്നിട്ടില്ല. പക്ഷെ ഒരേ ഒരാള്, ഞാനിപ്പോ ഇന്ന് ഞാൻ ഇങ്ങടേക്ക് വരുമ്പോ, ഞാൻ എല്ലാ ഇന്റർവ്യൂവിന് പോകുമ്പോഴും ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യും. ഇന്ന് ഞാൻ 80,000-ൽ പരം ചോറ്റുപാത്രമാണ് കൊടുത്തത് ഇന്ന് വരെ. അതിൽ ഒരേ ഒരാള് മാത്രം പറഞ്ഞു, നിങ്ങൾ ഇതെന്നാ പറ്റിക്കുന്നേ, ഇതാണോ ഊണെന്ന് പറഞ്ഞ സാമ്പാറില്ല, പുളിശ്ശേരി ഇല്ല, സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടൻ എവിടെന്നാ എന്നെ വിളിച്ചത്, ചേട്ടൻ ഇത് കണ്ടിട്ടാ വിളിച്ചത്, അതാണ് ഞാൻ കൊടുക്കണേ. പിന്നെ അപ്പൊ പറയാ, അത് ഇതാണോ ഊണെന്ന് പറഞ്ഞ് നിങ്ങൾ മനുഷ്യനെ പറ്റിക്കുന്നത്, ഒരേ ഒരാള് മാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, പുള്ളി ഊണെന്നാണ് കൺസെപ്റ്റ്. പുള്ളി വിചാരിച്ചത് ഊണിന് ഇത്രയും കൂട്ടം കാണും. പക്ഷെ നമ്മുടെ ഇതിനകത്ത് കറികളുണ്ട്. നമ്മുടെ ഇതിനകത്ത് ചോറിന്റെ അളവ് കുറവും കറികളുടെ അളവ് കൂടുതലും. അതും കറികൾ ഈ പറയുന്ന പോലെ ചേന, ചേമ്പ്, കാച്ചില്, മൾബറിയുടെ ഇല, ചൊറിയണത്തിന്റെ ഇല, ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്.